لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وفي أنفسكم أفلا تبصرون സമാദരണീയരായ സത്യവിശ്വാസികൾ, സർവ്വലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടും വിധത്തിൽ അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്കനുസൃതമായി ജീവിതം സാധ്യമാക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തക്കികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുൽഹിജ്ജ മാസത്തിൻ്റെ അവസാന ദിനരാത്രങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കഴിഞ്ഞു പോയിക്കൊണ്ടുള്ളത്. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് നാം ഒരു പുതിയ ഹിജറ വർഷത്തിലേക്ക് പ്രവേശിക്കും. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീക്ക് ചെയ്യുകയാണ് എങ്കിൽ അടുത്ത വെള്ളിയാഴ്ചയിൽ നാം ഒരു പുതുവർഷത്തിലായിരിക്കും, അതിലേക്ക് പ്രവേശിച്ചവരായിക്കൊണ്ടായിരിക്കും പള്ളിയിൽ സന്നിഹിതരാവുക. റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജ് ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഗേഹത്തിലേക്ക് യാത്ര ചെയ്തിട്ടുള്ള ആളുകൾ അവരുടെ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കുകയും പരിപൂർണമായും പരിശുദ്ധമായ ഒരു മനസ്സോടുകൂടി ജനിച്ചു വീണ കുഞ്ഞിനെ പോലെ പരിശുദ്ധർ എന്ന നിലക്കാണ് ആ കർമ്മം പൂർത്തീകരിച്ച് അവരവരുടെ നാടുകളിലേക്ക് ഇന്നും ഹാജിമാർ മടങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മടങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നേടിയെടുത്തിട്ടുള്ള ആ പരിശുദ്ധി ശിഷ്ടജീവിതത്തിലും സാധ്യമാക്കണം എന്ന ആഗ്രഹത്തോടെ, തീരുമാനത്തോടെ, അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഓരോരുത്തരും മടങ്ങുന്നത്. അള്ളാഹു
അവരുടെ എല്ലാം പ്രാർത്ഥനകളെ സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മളും നന്മയിൽ ഊന്നി നിൽക്കുന്ന ഒട്ടേറെ തീരുമാനങ്ങളുമായി കൊണ്ടാണ് എപ്പോഴും ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാറുള്ളത്. നമുക്കറിയാം, പലപ്പോഴും ആ തീരുമാനങ്ങൾ അള്ളാഹുവിലുള്ള ഈമാനും കർമ്മങ്ങളിലുള്ള ഇഖ്ലാസും ഇനി കുറച്ച് അധികം വർദ്ധിപ്പിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയായിരിക്കും നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുക. പലപ്പോഴും അങ്ങനെയാണ്. പക്ഷേ യാത്രയിൽ എപ്പോഴെങ്കിലും യാത്രാമധ്യേ പല ഭൗതിക സ്വാധീനങ്ങൾ കൊണ്ട് അതിൽ ഇടിവ് സംഭവിക്കുന്നു എന്നതൊഴിച്ചാൽ യാത്രാ ആരംഭത്തിൽ എല്ലാവരും നന്മയെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള പരലോകമോക്ഷം ആഗ്രഹിച്ചുകൊണ്ടുള്ള തുടക്കമായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഈ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുമ്പോൾ അള്ളാഹുവിനോടുള്ള ഈമാനും കർമ്മങ്ങളിലുള്ള ഇഖ്ലാസും അങ്ങേയറ്റം എത്ര കണ്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ അത്ര വർധനവോടുകൂടി വേണം നമ്മൾ പ്രവേശിക്കാൻ. അതിന് സാധ്യമാകുന്ന ചില ചിന്തകളിലേക്ക് നയിക്കാൻ ഉതകുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനാണ് ഇൻഷാ അള്ളാഹ് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ 100-ാം അധ്യായം സൂറത്തുൽ ആദിയാത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല സത്യം ചെയ്തുകൊണ്ട് ഒരു വർണ്ണന നടത്തുന്നുണ്ട്. നമുക്കൊക്കെ സുപരിചിതമായ മനഃപ്പാഠമുള്ള ഒരു സൂക്തമാണത്, ഒരു സൂറത്താണത്. വൽ ആദിയാതി ളബ്ഹ ഫൽ മൂരിയാതി ഖദ്ഹ ഫൽ മുഈറാതി സുബ്ഹ ഫഅസർന ബിഹി നഖഅ ഫവസത്ന ബിഹി ജമഅ. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് വൽ ആദിയാതി ളബ്ഹ, കിതച്ചോടുന്നവ തന്നെയാണ് സത്യം. ഒരു കുതിരയെ യുദ്ധരംഗത്തേക്ക് തൻ്റെ യജമാനനെയും വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു കുതിരയെ റബ്ബ് അതിഗംഭീരമായി വർണ്ണിക്കാൻ, തൻ്റെ യജമാനനുമായി യുദ്ധത്തിലേക്ക് കിതച്ചോടുന്ന ഒരു കുതിര തന്നെയാണ് സത്യം. ഫൽ മൂരിയാതി ഖദ്ഹ, ആ ഓട്ടത്തിൻ്റെ തീവ്രതയിൽ നിലത്തുള്ള പാറകളിൽ കുളമ്പ് ഉരസി തീപ്പാറുന്ന തരത്തിലുള്ള ഓട്ടമാണ് ആ കുതിര, മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫൽ മുഗീറാത്തി സുബ്ഹ, പ്രഭാതത്തിൻ്റെ തുടക്കത്തിൽ ശത്രുക്കൾ ഉണരുന്നതിന് മുൻപ് ശത്രു സൈന്യത്തിൻ്റെ ഇടയിലേക്ക് കുതിച്ചു പായുകയാണ് ആ കുതിര ചെയ്യുന്നത്. ഫഅസർന ബിഹി നഖഅ, എന്നിട്ട് പാറ്റുന്ന പൊടിപറത്തിയ, സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ പൊടിപറത്തിയ യുദ്ധമായിരുന്നു, അങ്ങനെ പൊടിപറത്തിയ ഒരു പ്രകടനമാണ് ആ കുതിര കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത്. ഫവസത്ന ബിഹി ജമഅ, അത് യുദ്ധത്തിൻ്റെ ഏതെങ്കിലും ഒരു ഓരത്ത് നിന്നിട്ടല്ല, ആളൊഴിഞ്ഞൊരു പ്രദേശത്ത് നിന്നല്ല, യുദ്ധത്തിൻ്റെ മധ്യത്തിലേക്ക് പ്രവേശിച്ച് ആ കുതിര ആ പോരാട്ടം നടത്തുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, തൻ്റെ ജീവൻ പോലും നഷ്ടമാകും എന്ന് ബോധ്യമുള്ള ഒരു സ്ഥലത്തേക്ക് തൻ്റെ യജമാനന് നന്ദി പ്രകടനം എന്ന നിലക്ക്, യജമാനൻ തനിക്ക് വേണ്ടി ചെയ്തു തന്ന എന്തോ ഉപകാരങ്ങൾക്കുള്ള ഉപകാര സ്മരണ എന്ന നിലക്ക് ആ കുതിരയെ യുദ്ധരംഗത്തേക്ക് ഇങ്ങനെ ഈ വിധം ആക്രമണം അഴിച്ചുവിട്ട് കടന്നു ചെല്ലാൻ എന്തായിരിക്കും ആ യജമാനൻ ആ കുതിരക്ക് വേണ്ടി നൽകിയിട്ടുണ്ടാവുക? അതിന് വിശക്കുന്ന സമയത്ത് ആ വിശപ്പകറ്റാൻ വൈക്കോലുകളും വെള്ളവും, രാത്രിയിൽ രാപ്പാർക്കാൻ ഒരു ആല, ഇതിനപ്പുറത്ത് എന്തായിരിക്കും ആ യജമാനന് ആ കുതിരക്ക് കൊടുക്കാനുണ്ടാവുക? അത്രമാത്രം കിട്ടിയ ആ കുതിര തൻ്റെ യജമാനനോട് കാണിക്കുന്ന നന്ദി പ്രകടനത്തിൻ്റെ തീവ്രതയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ വരച്ചു കാണിക്കുന്നത്. എന്നിട്ട് റബ്ബ് നടത്തുന്ന അടുത്ത സ്റ്റേറ്റ്മെൻ്റ് എന്താണെന്നറിയോ? ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദ്,
ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, തീർച്ചയായും മനുഷ്യൻ അവൻ്റെ റബ്ബിനോട് നന്ദി കേട് കാണിച്ചവനാണ്. കുതിരയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് അതിൻ്റെ യജമാനനോട് കാണിച്ച നന്ദി പ്രകടനത്തിനെ ഈ വിധം ശക്തമായി വിശദീകരിച്ച റബ്ബ് മനുഷ്യനെക്കുറിച്ച് നടത്തുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നറിയോ? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യൻ അവൻ്റെ റബ്ബിനോട് നന്ദി കേട് കാണിച്ചവൻ ആണ് എന്ന്. എന്തായിരിക്കും എൻ്റെയും നിങ്ങളുടെയും റബ്ബ് എന്നെയും നിങ്ങളെയും കുറിച്ച് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്താനുള്ള കാരണം? നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, എപ്പോഴെങ്കിലും ജീവിതത്തിൽ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ പോരായ്മകളെക്കുറിച്ച് ആലോചിച്ച് പരിഭവപ്പെടാനും പരിഭവം പറയാനും അല്ലാതെ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും പഠിക്കാനും അതുവഴി അള്ളാഹുവിലേക്ക് അടുക്കാനും നമുക്ക് എത്ര കണ്ട് സാധിച്ചിട്ടുണ്ട്? ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കലേക്ക് അതിദരിദ്രനായ ഒരു മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ച്. ഞാൻ ഒന്നുമില്ലാത്തവനാണ്, അന്നത്തെ പകലിൽ പോലും ഭക്ഷണം കഴിക്കാതെ വന്നു നിന്നിട്ട് ആ മഹാപണ്ഡിതനോട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇല്ലായ്മകളെക്കുറിച്ചും വല്ലായ്മകളെക്കുറിച്ചുമാണ്. ആ സമയത്ത് ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അയസുറുക അന്നക അഅമ വലക അശറതു ആലാഫി ദിർഹം, അല്ല, നീ ഒരു അന്ധനായിരിക്കുകയും റബ്ബ് നിനക്കു തന്ന കണ്ണ് എന്ന അനുഗ്രഹം അതൊരു ഫിസിക്കൽ ബോഡിയായി നിന്റെ ശരീരത്തിൽ ഉണ്ടായിരിക്കെ തന്നെ അത് അനുഭവവേദ്യമാക്കാൻ, അത് ഉപകാരപ്പെടുത്താൻ നിനക്ക് കഴിയാത്ത വിധം ഒരു അവസ്ഥയുണ്ടാവുകയും പകരം നിനക്ക് ഒരു 10,000 ദിർഹം ധനമായി ലഭിക്കുകയും ചെയ്താൽ അത് നിന്നെ സന്തോഷിപ്പിക്കുമോ? ഖാല, അദ്ദേഹം പറഞ്ഞത് ഇല്ല, കണ്ണ് കളഞ്ഞിട്ടുള്ള ഒരു ധനം എനിക്ക് വേണ്ട. പിന്നീട് ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പലതും ചോദിക്കുന്നുണ്ട്. നിനക്ക് കൈകളില്ലാത്ത അവസ്ഥയിൽ ഒരു 20,000 ദിർഹം നിനക്കുണ്ടായാൽ, കാലുകൾ മുറിച്ചു മാറ്റപ്പെട്ട അവസ്ഥയിൽ 50,000 ദിർഹം നിനക്കുണ്ടായാൽ നീ അതിൽ സംതൃപ്തനും സന്തോഷവാനുമാകുമോ എന്ന് ആ മനുഷ്യനോട് ചോദിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ്റെ മറുപടി ഇല്ല എന്ന് തന്നെയാണ്. നമ്മളോട് ചോദിച്ചു നോക്ക്, നമ്മുടെയും മറുപടി ഇല്ല എന്ന് തന്നെയായിരിക്കും. അവസാനം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി ആ മനുഷ്യനോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. അറാ ഇൻദക മിആത്തുൽ ആലാഫി വ അൻത തശ്കുൽ ഹാജ, നോക്കടാ, നിന്നിൽ ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന അനുഗ്രഹങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കെ നീ നിന്റെ ചെറിയ ആവശ്യങ്ങൾ പറഞ്ഞ് ഇപ്പോഴും ആവലാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലേ. ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ, നമ്മളെക്കുറിച്ച് ഒന്ന് പഠിച്ചാൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും. അള്ളാഹുവിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും. അള്ളാഹു എന്ന ബോധ്യമായി അതിശക്തമായി നമ്മളോടൊപ്പം ഉണ്ടാകും. അങ്ങനെ ഒരു ശക്തമായ ബോധ്യം വിശ്വാസികളുടെ മനസ്സിൽ ഉണ്ടായിരിക്കെ അവൻ ഒരു പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ അവൻ്റെ കർമ്മങ്ങളിൽ പിഴവ് വരില്ല, അവൻ്റെ ആത്മാർത്ഥതയ്ക്ക് ഒരു കുറവും സംഭവിക്കില്ല. അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്ന് കൊണ്ട് ചെയ്തു തീർക്കുന്ന ആരാധനാ കർമ്മങ്ങളിലെ ഇഖ്ലാസിന് ഒരു ഇടിവും സംഭവിക്കുകയില്ല. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നതും അല്ലെങ്കിൽ നിങ്ങളിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. 51-ാം അധ്യായം സൂറത്തു ദാരിയാത്തിലെ 21-ാമത്തെ വചനം, വഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ. വഫി അൻഫുസിക്കും, നിങ്ങളുടെ ഉള്ളിലുള്ളത്, നിങ്ങൾക്ക് സ്വന്തമായുള്ളതിനെക്കുറിച്ച് എന്തേ നിങ്ങൾ ആലോചിക്കാത്തത്? നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? എൻ്റെയും നിങ്ങളുടെയും ശരീരത്തെക്കുറിച്ച് ഉള്ള ഒരു ആലോചന നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, മനുഷ്യ ശരീരത്തിൽ 37 ലക്ഷം കോടി കോശങ്ങൾ ഉണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഓരോ കോശത്തിലും 46 DNA ഉണ്ട് എന്ന്. ഇതിലെ അത്ഭുതകരമായ, നമ്മളെ അത്ഭുതം കുറിക്കുന്ന ഒരു കണക്കെന്താണെന്നറിയാം. ഈ 46 DNA അഥവാ ഒരു കോശത്തെ അതിനെ ഇങ്ങനെ വിഭജിച്ച് അടുക്കടുക്കായി നേരെ വെച്ച് കഴിഞ്ഞാൽ 2 മീറ്റർ നീളം ഉണ്ടാവും. അപ്പോൾ എത്രയായി?
74 ലക്ഷം കോടി മീറ്റർ നീളമുണ്ടാകും നമ്മുടെ DNA ചേർത്ത് വെച്ചാൽ. അത് എത്രത്തോളം എന്നറിയും? ഏകദേശം ഒരു 600 തവണ നമുക്ക് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കും എന്നാണ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഭൂമിയിലൊരു തൂണ് നാട്ടിയിട്ട് സൂര്യനിലും ഒരു തൂണ് നാട്ടി ഇതിലേക്കൊരു 600 അഴ കെട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? എത്ര വേണ്ടി വരും? ഇതിനെ റബ്ബ് സുബ്ഹാനഹു വ തആല 5 അടിയിൽ 6 അടിയിൽ മാത്രം വലിപ്പമുള്ള ശരീരത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഇങ്ങനെ കൊണ്ട് സംവിധാനിച്ച് വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അതിലേറെ അത്ഭുതമുള്ള കാര്യം. ലോകത്ത് ഇതുവരെ ജനിച്ചതും ഇനി ജനിക്കാനിരിക്കുന്നതുമായ എല്ലാ ആളുകളുടെയും DNA-യിലെ 99.9% ഒന്ന് തന്നെ, സമാനം. എന്നാൽ നമ്മളെ വ്യത്യസ്തമാക്കുന്നത് 0.1%. ആ 0.1% വ്യത്യാസം കൊണ്ടാണ് ഞാനും നിങ്ങളും ഇങ്ങനെ വ്യത്യസ്തരായി ഈ ഭൂമിയിൽ കാണപ്പെടുന്നത് എന്ന് പറയുമ്പോൾ ആ സൃഷ്ടിപ്പിൻ്റെ മഹത്വം, അതിൻ്റെ അത്ഭുതം എത്രയാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. തീർന്നില്ല. അതിനെക്കുറിച്ച് ഇങ്ങനെ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമ്മളെ അത്ഭുതം കൊള്ളിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ കാണാൻ കഴിയും. ഒരു ഗ്രാം DNA-യുടെ മെമ്മറി പവർ എന്ന് പറയുന്നത് ഒരുപാട് GB രേഖകൾ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന രൂപത്തിലാണ്. 60 ഗ്രാം, ഏകദേശം 60 കിലോ ഭാരമുള്ള ഒരു മനുഷ്യനിൽ 60 ഗ്രാം DNA ഉണ്ട് എങ്കിൽ അതിൽ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന, ഡിജിറ്റലായി സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ഡേറ്റകളുടെ എണ്ണം എന്ന് പറയുന്നത് 1290 കോടി GB ആണ്. എൻ്റെയും നിങ്ങളുടെയും പോക്കറ്റിൽ കിടക്കുന്ന മൊബൈൽ ഫോണിൻ്റെ മെമ്മറി എത്രയാണെന്ന് ആലോചിക്കണം. എന്നാൽ നമ്മുടെ ശരീരത്തിലെ DNA-ക്ക് സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1290 കോടി GB ആണ്. ഇത്രയും ഡേറ്റകൾ ശേഖരിച്ചു വെക്കാൻ കഴിയുന്ന ഒരു സെർവർ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാക്കണമെങ്കിൽ 43 മുതൽ 45 വരെ ഫുട്ബോൾ മൈതാനങ്ങളോളം വിശാലമായ ഒരു കെട്ടിടം ഉണ്ടാവണം. ആ സെർവർ റൂം ഉണ്ടാക്കാനേ, അത് പ്രവർത്തിപ്പിക്കണമെങ്കിലും അതിന് വേണ്ട എനർജി എത്ര വേണമെന്നറിയോ? 3 ലക്ഷം വീടുകൾക്ക് ഒരു ദിവസം പ്രവർത്തിക്കാൻ എത്ര കറണ്ട് വേണോ അത്രയും കറണ്ട് ഉണ്ടെങ്കിലേ ഈ സെർവർ റൂം പ്രവർത്തിപ്പിക്കാൻ കഴിയുള്ളൂ. ഇതിനെങ്ങനെ ഷോർട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ 5 അടിയിൽ 6 അടിയിൽ കൊണ്ടുവന്ന് വിസ്മയകരമാം വിധം സംവിധാനിച്ചു വെച്ചിരിക്കുന്ന ആ റബ്ബിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അത് മാത്രം നമ്മളൊന്ന് ആലോചിച്ചാൽ മതിയല്ലോ. അത്രയും എങ്കിലും നമ്മളൊന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ സംവിധാനിച്ച റബ്ബ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വിശുദ്ധ ഖുർആൻ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ 115-ാമത്തെ വചനം, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ, അഫഹസിബ്തും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അന്നമാ ഖലഖനാകും അബസ, നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന്. ഇങ്ങനെ ഇത്രയും വലിയ രൂപത്തിലുള്ള ഒരു സൃഷ്ടിപ്പ് നടത്തിയത് പലപ്പോഴും പല ആളുകളും പറയുന്നത് എന്താ, ബുദ്ധി കൂടിപ്പോകുമ്പോൾ അവരുടെ ചിന്ത എത്തുന്നത് ഈ സൃഷ്ടിപ്പ് വെറുതെ പെട്ടെന്ന് ഒരു ദിവസം ഒരു പൊട്ടിത്തെറിയിൽ അങ്ങനെ ഉണ്ടായതാണ് എന്ന് അവൻ്റെ ബുദ്ധി എത്തി നിൽക്കുമ്പോൾ, കുറച്ചും കൂടി ആഴത്തിലേക്ക് പഠിക്കുമ്പോൾ ഇതിന് ഒരു ക്രിയേറ്റർ ഇല്ലാതെ, ഒരു സൃഷ്ടാവില്ലാതെ ഇത് സാധ്യമാവുകയില്ല എന്ന ബോധ്യത്തിലേക്ക് മനുഷ്യൻ എത്തും. അവിടെ നിന്നുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് നമ്മുടെ ഉള്ളുകളിൽ ചേർത്ത് വെച്ച് വായിക്കാൻ വേണ്ടി ചോദിക്കുന്നത്, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ, നിങ്ങളെല്ലാം ഇങ്ങനെ ഈ വിധത്തിൽ സംവിധാനിച്ചിരിക്കുന്നത്, സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയാണ് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഇനി നിങ്ങൾ നോക്ക്, നമ്മുടെ ശരീരത്തിലെ ഒരു അവയവത്തെക്കുറിച്ച്, എല്ലാ അവയവത്തെക്കുറിച്ചും വിശദീകരിക്കാനുള്ള സമയവും നമുക്കില്ല. ഒരവയവം, ഒരൊറ്റ അവയവം, നമ്മുടെ കണ്ണ്, 28 ഗ്രാമാണ് നമ്മുടെ കണ്ണിൻ്റെ വലിപ്പമെന്ന് പറയുന്നത്. അതിൻ്റെ കനം, ഭാരം എന്ന് പറയുന്നത് വെറും 28 ഗ്രാമാണ്. ആ 28 ഗ്രാം മാത്രമുള്ള കണ്ണിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറച്ചു വെച്ചിരിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. രാവിലെ എഴുന്നേറ്റ് കണ്ണ് തുറന്ന് നോക്കുമ്പോഴേക്ക് ചുറ്റുപാടുമുള്ളതുമെല്ലാം കാണുന്നുണ്ടല്ലോ അല്ലേ? ആ കാഴ്ചക്ക് നാളിതുവരെ ഒരു പരിമിതിയും റബ്ബ് തന്നിട്ടില്ലല്ലോ അല്ലേ? അതിനൊരു കേടുപാടും സംഭവിച്ചിട്ടില്ലല്ലോ അല്ലേ?
എന്നാൽ നമ്മൾ അറിയണം, അതിൻ്റെ പിന്നിൽ അള്ളാഹു നിറച്ചു വെച്ചിരിക്കുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ മഹത്വം. കണ്ണിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് അതിന് പ്രൊട്ടക്ഷൻ നൽകുന്ന ഈ കൺപോളകളുണ്ടല്ലോ, മസ്തിഷ്കം കഴിഞ്ഞാൽ ഏറ്റവും സങ്കീർണമായ മനുഷ്യ ശരീരത്തിലെ അവയവം എന്ന് പറയുന്നത് കണ്ണാണ്. നമ്മുടെ കൺപോളകൾ ഒരു മിനിറ്റിൽ 17 തവണ ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ പോലും അറിയുന്നില്ല, 17 തവണ. എന്നാൽ ഈ കൺപോളകളിലെ പേശികൾക്ക് ഒരു ബലക്ഷയം സംഭവിച്ചാൽ, അത് കേടുവന്നു പോയി കഴിഞ്ഞാൽ, അത് വർക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, പിന്നത് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ മാനുവലി ഓപ്പൺ ചെയ്തിട്ടല്ലാതെ നമുക്കൊരു സാധനം കാണാൻ കഴിയില്ല. അറിയുന്നുണ്ടോ നമ്മളിത്? ഈ കൺപോളകളിലെ ആ ചെറിയ പേശികൾക്ക് എന്തെങ്കിലും ഒരു കേടുപാട് സംഭവിച്ചാൽ പിന്നെ 2 കൈ എന്തിനേ പറ്റുള്ളൂ? നടക്കുന്ന സമയത്ത് ഇതിങ്ങനെ പൊക്കിപ്പിടിച്ച് നടക്കുക എന്നല്ലാതെ ഈ 2 കൈ കൊണ്ട് വേറൊരു പണിയെടുക്കാൻ കഴിയില്ല. കാരണം പിന്നെ കണ്ണ് കാണൂല. എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ മുന്നിലുള്ളത് കണ്ടാലല്ലേ ഈ കൈ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നോക്കൂ റബ്ബിൻ്റെ സംവിധാനം എത്രത്തോളമാണ് എന്ന്. അതുമാത്രമല്ല, നമ്മുടെ ഈ കണ്ണ് സദാസമയം ലൂബ്രിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ണുനീർ ഗ്രന്ഥികൾ ഈ കണ്ണിനെ ഇങ്ങനെ ലൂബ്രിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ണുനീർ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മുടെ കണ്ണിൽ. അതിനൊരു തകരാറ് സംഭവിച്ചാലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഡ്രൈ ഐ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന സാധനം ഉണ്ടല്ലോ, കണ്ണിങ്ങനെ ചൂടാവും. അതിന് പകരമായി നമ്മൾ ഡ്രോപ്സ് ഇറ്റിക്കാറുണ്ട്. പക്ഷേ കണ്ണുനീരിനെ പോലെ കണ്ണുനീർ ഗ്രന്ഥികൾ ഉണ്ടാക്കുന്ന ആ ലൂബ്രിക്കേഷന് സമാനമായ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ മനുഷ്യന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ശാസ്ത്രം പഠിക്കുമ്പോൾ, വസ്തുതകൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. നോക്കൂ നിങ്ങൾ, എത്രത്തോളം അത്ഭുതം നിറഞ്ഞതാണ് ആ സൃഷ്ടിപ്പ് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കേണ്ടതാണ്. ഇനി നോക്ക്, നമ്മുടെ കണ്ണിലേക്ക് ഒരു പൊടി വീണ് കഴിഞ്ഞാൽ അപ്പോഴും ഈ കണ്ണുനീര് ഉണ്ടാക്കപ്പെടുന്നുണ്ട്. കണ്ണിലൊരു സ്ക്രാച്ച് വീണാൽ 48 മണിക്കൂറുകൾ കൊണ്ട് സ്വയം അത് പരിഹരിക്കപ്പെടുന്നുണ്ട്. ഇവിടെയെല്ലാം വളരെ കൃത്യമായ ഇടപെടലുകൾ, അതിനുള്ള സംവിധാനങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്തു വെച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇനി ഈ ഉണ്ടാക്കപ്പെടുന്ന കണ്ണുനീരിൻ്റെ ഘടനയെക്കുറിച്ച് മാത്രം പഠിച്ചാൽ അതും അതിനേക്കാൾ വലിയ അത്ഭുതമാണ്. നമ്മളെപ്പോഴൊക്കെയാണ് കരയുക? സങ്കടം ഉണ്ടാകുമ്പോൾ മാത്രമാണോ കരയുക? അല്ല, സന്തോഷമുണ്ടാകുമ്പോഴും നമുക്ക് കണ്ണുനീര് ഉൽപ്പാദിപ്പിക്കപ്പെടാറുണ്ട്. സങ്കടം വരുമ്പോഴും മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കരയാറുണ്ട്. അതോടൊപ്പം തന്നെ വേറെന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി നമ്മുടെ കണ്ണിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോഴും കണ്ണുനീര് ഉൽപ്പാദിപ്പിക്കാറുണ്ട്. സവാള അരിയുന്ന സമയത്ത് വരെ കണ്ണുനീര് ഉൽപ്പാദിപ്പിക്കപ്പെടും. എന്നാൽ അതിൽ നടത്തിയ പഠനങ്ങൾ തെളിയിക്കുന്നത് ഈ പറയപ്പെട്ട സമയങ്ങളിലെല്ലാം ഉണ്ടാക്കപ്പെടുന്ന കണ്ണുനീരിൻ്റെ ഘടന വ്യത്യാസമാണ് എന്ന്. സവാള അരിയുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ കണ്ണുനീരുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു പൊടി ഉള്ളിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന കണ്ണുനീരിലെ വാട്ടർ കണ്ടന്റ് കൂടുതലായിരിക്കും, ജലാംശം കൂടുതലായിരിക്കും, പെട്ടെന്ന് വാഷ് ചെയ്ത് മാറ്റുന്നതിന് വേണ്ടി അത് കൂടുതലായിരിക്കും എന്നാണ്. എന്നാൽ അല്ലാത്ത സാധാരണ സമയങ്ങളിൽ നമ്മുടെ കണ്ണിങ്ങനെ ലൂബ്രിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കണ്ണുനീരിൻ്റെ ഉൽപ്പാദനത്തിൽ പ്രോട്ടീനുകളും ആൻറ്റി ബാക്ടീരിയൽ ഘടകങ്ങളും കൂടുതലായിരിക്കും എന്നാണ്. അതിങ്ങനെ എപ്പോഴും തണുപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. അതിന് സാധ്യമായ രൂപത്തിലാണ് അവിടെ ആ ലൂബ്രിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രതികരണങ്ങളുടെ സമയങ്ങളിൽ ഉണ്ടാകുന്ന കണ്ണുനീര് നമുക്ക് വൈകാരികമായ പ്രകടനങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ദുഃഖം ഉണ്ടാകുന്ന സമയത്ത്, മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്ന സമയത്ത് ആ കണ്ണുനീരിൽ ഉണ്ടാക്കപ്പെടുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ലൂ എൻകെഫാലിൻ എന്ന് പറയുന്ന സ്വാഭാവികമായ പെയിൻ കില്ലർ. നമുക്കൊരു വേദന ഉണ്ടായിട്ട് നമ്മൾ കരയുമ്പോൾ, നമുക്കൊരു മാനസിക സമ്മർദ്ദം ഉണ്ടായിട്ട് നമ്മൾ കരയുമ്പോൾ മസ്തിഷ്കം ഉണ്ടാക്കുന്ന ഈ പെയിൻ കില്ലർ കണ്ണിലൂടെ പുറത്തേക്ക് കളയപ്പെടുന്നു എന്നുള്ളതാണ്. അത് കളയാതെ നമ്മൾ ധൈര്യം കാണിച്ച് കരച്ചിലിങ്ങനെ അടക്കി പിടിച്ചാൽ എന്താ സംഭവിക്കുക? നിങ്ങൾ ആ ശാസ്ത്രം ഒന്നെടുത്ത് വായിച്ചു നോക്കണം. ആ കണ്ണുനീരിലൂടെ ആ ഘടകം പുറത്തേക്ക് പോകണം, അപ്പോഴേ സ്ട്രെസ്സ് മാറുള്ളൂ, സമ്മർദ്ദം കുറയുകയുള്ളൂ എന്നാണ്. ഇത് ആധുനിക പഠനങ്ങൾ തെളിയിക്കുന്നതാണ്. അതേപോലെ തന്നെ മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്ന ACTH പോലെയുള്ള ഘടകങ്ങളാണ് ദുഃഖമുണ്ടാകുന്ന സമയത്ത് നമ്മുടെ കണ്ണിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കണ്ണുനീരിൽ അടങ്ങിയിട്ടുള്ളത് എന്നാണ്.
സന്തോഷമുണ്ടാകുമ്പോഴോ എൻഡോർഫിൻ. അതിനെ വിളിക്കുന്നത് തന്നെ ഫീൽ ഗുഡ് ഹോർമോൺ എന്നാണ്. അഥവാ നമുക്കൊരു സുസ്ഥിതി ഉണ്ടാകുന്ന സമയത്ത്, സന്തോഷമുണ്ടാകുന്ന സമയത്ത് ആ കണ്ണുനീരിൽ മാത്രം ഉള്ള പ്രത്യേകതകളെക്കുറിച്ചാണ്. പിന്നെ ഒരു ഘടകം എന്ന് പറയുന്നത് ഓക്സിറ്റോസിൻ എന്നാണ്. അതിനെ ലവ് ഹോർമോൺ എന്ന് തന്നെയാണ് വിളിക്കുന്നത് തന്നെ. നോക്കൂ നിങ്ങൾ, അതിൽ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല നിറച്ചു വെച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രത്തോളമാണ് അള്ളാഹു നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹം എന്നുള്ളത്. കഴിഞ്ഞ ഖുതുബയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതിനെ സംബന്ധിച്ചുള്ള ഒരു പരാമർശം അവിടെ നടത്തിയിട്ടുണ്ട്. ഒപ്റ്റിക്കൽ സയൻസിലെ ഈ കാഴ്ചയും പ്രകാശവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ആദ്യ പഠനം നടത്തിയത് ഹിജറ 10-ാം നൂറ്റാണ്ടിൽ ഇബ്നു ഹൈസമാണ് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ കിതാബുൽ മനാദിർ എന്ന് പറയുന്ന ഗ്രന്ഥമാണ് അവിടെ ഉദ്ധരിക്കപ്പെടുന്നത്, പഠനത്തിന് വിധേയമാക്കപ്പെടുന്നത്. ആ പഠനമാണ് ക്യാമറയുടെ നിർമ്മിതിയിലേക്ക് പോലും വഴിവെച്ചത് എന്ന് സയൻസ് പറയുമ്പോൾ ആ മേഖലകളിൽ സാന്ദർഭികമായി ആ മേഖലകളിൽ മുസ്ലിം പണ്ഡിതന്മാർ നടത്തിയിട്ടുള്ള പഠനത്തെക്കുറിച്ചും സംഭാവനകളെക്കുറിച്ചും സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ കാഴ്ചയുടെ സ്വഭാവം ഒന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം. നാം ഒരു വസ്തുവിനെ കാണുമ്പോൾ അതിൽ നിന്നുള്ള പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് എത്തി അതുവരെയും പ്രകാശോർജമായി എത്തുന്ന സാധനം റെറ്റിനയിൽ നിന്ന് നമ്മുടെ ഒപ്റ്റിക് നെർവിലേക്ക് മാറുമ്പോൾ അത് വൈദ്യുതോർജമായിട്ടാണ് മാറുന്നത്. ആ വൈദ്യുതോർജം നമ്മുടെ തലച്ചോറിലേക്ക് എത്തിയിട്ട് അതുവരെയും നമ്മൾ കാണുന്ന സാധനത്തെ ഒരു 2D പിക്ചറായിട്ട്, അഥവാ വലിപ്പം എന്താണ് എന്നറിയാൻ കഴിയാത്ത, ആകൃതി എന്താണ് എന്ന് കൃത്യമായി അറിയാൻ കഴിയാത്ത, ആകാരം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ചിത്രമായി കണ്ട ഒരു സാധനം മസ്തിഷ്കം തിരിച്ച് 3D ആക്കി അതിൻ്റെ വലിപ്പവും ആ വരുന്ന വസ്തുവിൻ്റെ വേഗതയും എല്ലാം കൃത്യമായി മനസ്സിലാക്കും രൂപത്തിൽ പ്രോസസ്സ് ചെയ്ത് തിരിച്ചു കൊടുക്കുകയാണ് മസ്തിഷ്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോഴാണ് നമ്മുടെ കാഴ്ച എന്ന് പറയുന്ന കാര്യം നമുക്ക് സാധ്യമാകുന്നത്. അതിൽ ഈ ഒപ്റ്റിക് നെർവ് എന്ന് പറയുന്ന സാധനം 10 ലക്ഷത്തോളം നാഡീതന്തുക്കൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ് എന്നാൽ അതിൻ്റെ ആകെ വലിപ്പം 50 മില്ലിമീറ്റർ മാത്രമാണ്. ഒരു മുടിയിഴയുടെ മാത്രം വലിപ്പമുള്ളതിൽ 10 ലക്ഷത്തോളം നാഡീതന്തുക്കളെ സൃഷ്ടിച്ചു വെച്ച പടച്ച റബ്ബിൻ്റെ ആ സൃഷ്ടിപ്പിൻ്റെ മഹത്വം അള്ളാഹു നമ്മുടെ ഈ കാഴ്ചയിൽ കണ്ണിൽ നിറച്ചു വെച്ചിരിക്കുന്ന ഈ അത്ഭുതങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു ആലോചനയോടുകൂടി അങ്ങനെ നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങൾ ഓരോന്നിനെക്കുറിച്ചും നമ്മൾ സ്വയം ഒന്ന് പഠിക്കണം ശരിക്ക്. അങ്ങനെ ഒരു പഠനം നടത്തിയാൽ ഇതെല്ലാം എനിക്ക് ഇതുപോലെ ഒരു ഔദാര്യമായി സൗജന്യമായി തന്ന റബ്ബിനോട് ഞാൻ എത്രത്തോളം നന്ദിയുള്ളവനായിരിക്കും എന്ന ചിന്തയായിരിക്കും ഓരോ വിശ്വാസിയിലും ഉണ്ടാവുക. അത്തരത്തിലുള്ള ഒരു ചിന്തയോടുകൂടി ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയാണ് എങ്കിൽ അള്ളാഹു എന്ന് പറയുന്ന ഒരു ബോധ്യം ശക്തമായി നമ്മുടെ മനസ്സുകളിൽ മതിക്കുകയും അത് നമ്മുടെ കർമ്മങ്ങളെ, നമ്മുടെ സ്വഭാവങ്ങളെ, നമ്മുടെ പെരുമാറ്റങ്ങളെ, നമ്മുടെ പരലോക മുക്തിക്ക് വേണ്ടിയുള്ള നമ്മുടെ ജീവിത ക്രമീകരണത്തെ സാരമായി സ്വാധീനിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ രൂപത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള യഥാർത്ഥ ബോധ്യത്തോടുകൂടി, ചിന്തയോടുകൂടി ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമുക്കറിയാം, ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയും അതിൻ്റെ ചുറ്റുപാടും അതിൻ്റെ പരിസരവും അതിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു മതത്തിൻ്റെ അനുയായികളാണ് നാം എന്നിരിക്കെ ഈ നാടിനോടും അതിൻ്റെ ഈ പ്രകൃതിയോടും
അതിലെ പ്രകൃതി വിഭവങ്ങളോടും വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് ചില കടമകളും ബാധ്യതകളും ഒക്കെ നിർവഹിക്കാനുണ്ട്. പ്രത്യേകിച്ച് പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ജീവിത ശൈലിയിലും ജീവിത രീതിയിലുമുള്ള മാറ്റങ്ങൾ കൊണ്ട് പ്രകൃതി വിഭവങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയോ നശിച്ചുകൊണ്ടിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മുടെ ജീവിത ക്രമത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ കൊണ്ട് ഈ പ്രകൃതിയെ സംരക്ഷിക്കാനും അതിൻ്റെ നിലനിൽപ്പിന് ആധാരമായ തീരുമാനങ്ങൾ എടുക്കാനും വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധ്യമാകേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്, ഈ ഭൂമിയെ അല്ലെങ്കിൽ ഇതിൽ ഒരു നന്മ ഉണ്ടാക്കിയതിന് ശേഷം, നന്മ വരുത്തിയതിന് ശേഷം അതിനെ നശിപ്പിക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാണ്. അങ്ങനെ ഒരു ഉദ്ദേശം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. എന്നാൽ മനുഷ്യൻ്റെ പ്രകൃതി, അവൻ്റെ സ്വഭാവം അങ്ങനെയാണ് എന്നുകൂടി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹരി എന്ന് പറഞ്ഞിട്ട് കൃത്യമായി അത് വിശദീകരിക്കുന്നുണ്ട്. കരയിലും കടലിലും കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് എന്ന്. പലപ്പോഴും പുരോഗമനം എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് പ്രകൃതിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, മരങ്ങൾ മുറിച്ച് ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതിയൊക്കെയാണ്, അല്ലെങ്കിൽ അത്തരം ആലോചനകളാണ് നമ്മുടെ നാടുകളിൽ നടക്കുന്നത് എങ്കിൽ അതിന് അപ്പുറം പ്രകൃതി സൗഹൃദമായ ഡെവലപ്മെൻറ്റുകൾ നമ്മുടെ നാട്ടിൽ സാധ്യമാകേണ്ടതുണ്ട്. അത് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. നമ്മുടെ ഈ ആലപ്പുഴ ടൗണിൻ്റെ പരിസരത്തു കൂടി ഒന്ന് നടന്നു നോക്കിയാലും മതി, അല്ലെങ്കിൽ ഒന്ന് വാഹനമെടുത്ത് സഞ്ചരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വേസ്റ്റുകൾ നിക്ഷേപിക്കാനും അത് സംസ്കരിക്കാനുമുള്ള സംവിധാനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ തന്നെ പല സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നിരിക്കെ തന്നെ എത്ര റോഡുകളാണ് മലിനമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം നമ്മുടെ വീടുകളിലെയും അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനങ്ങളിലെയും കച്ചവട സ്ഥാപനങ്ങളിലെയും എല്ലാം വേസ്റ്റുകൾ ഇങ്ങനെ കൊണ്ടുപോയി യാതൊരു വിധത്തിലുള്ള മര്യാദയും ഇല്ലാതെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനെയെല്ലാം സ്വീകരിച്ച് സംസ്കരിക്കാനുള്ള സംവിധാനം നാട്ടിൽ ഉണ്ടായിരിക്കുകയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ബാധ്യതയായി നാളെ പരലോകത്തുണ്ടാകും. കാരണം ഈമാനിൻ്റെ ഭാഗമായി പഠിപ്പിക്കപ്പെടുന്നത് ഇമാത്തത്തുൽ അദാ അനി തുരീഖാണ് എങ്കിൽ, വഴിയിൽ നിന്ന് തടസ്സം നീക്കുക എന്ന് പറയുന്നത് ഈമാനിൻ്റെ ഭാഗമാണ് എങ്കിൽ, വഴിയിൽ ആ തടസ്സം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് ആലോചിച്ചാൽ മതി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, നിങ്ങളൊരു മരം നടുന്നു, ആ മരം നട്ടതിന് ശേഷം അതിൽ നിന്ന് എന്ത് ഫലം ആരും എടുത്തുകൊള്ളട്ടെ, അതിൻ്റെ ഗുണം നാളെ നിങ്ങൾക്ക് പരലോകത്ത് ലഭിക്കും എന്നതാണ്. അതിൽ ഒരാൾ വന്ന് തണൽ കൊണ്ടാൽ, അതിൽ നിന്ന് ജീവനുള്ള എന്തും അതിൽ നിന്ന് ഭക്ഷിച്ചാൽ അതിൻ്റെ എല്ലാം പ്രതിഫലം നമുക്ക് നാളെ പരലോകത്ത് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൻ്റെ കാര്യം മാത്രമല്ല, പരലോകത്തു കൂടി ഉപകാരപ്പെടുന്ന കാര്യമായിക്കൊണ്ടാണ് ഇസ്ലാം ഇതിനെ പഠിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് നാടിനോട് നിർവഹിക്കാനുള്ള, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനുള്ള നമ്മുടെ കടമകളും ബാധ്യതകളും നാം നിർവഹിക്കേണ്ടതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ നാഥൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ പള്ളിയിൽ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന സഹോദരൻ രോഗത്തിന് കീഴടങ്ങി രോഗബാധിതനായി ഇപ്പോൾ 2-3 ഡയാലിസിസുകൾ കഴിഞ്ഞ് വീണ്ടും ആ രൂപത്തിലുള്ള ചികിത്സയുമായി ആശുപത്രിയിൽ കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ രോഗം പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരോഗ്യത്തോടുകൂടി കുടുംബത്തിലും സമൂഹത്തിലും സേവന പ്രവർത്തനങ്ങളിൽ ഇസ്ലാഹി
പ്രബോധന രംഗത്ത് സജീവമാകാൻ അദ്ദേഹത്തിൻ്റെ നാഥൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഒരു സഹോദരൻ്റെ മാതാവ് പ്രായമായിട്ടുണ്ട് എങ്കിലും വളരെ പ്രയാസങ്ങൾ, രോഗങ്ങൾ കൊണ്ടുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കും അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീടുകളിലും ആശുപത്രികളിലുമായി രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം സഹോദരന്മാരുണ്ട്. അവരുടെ എല്ലാം രോഗങ്ങളെ അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണമെത്തുന്നതുവരെ മറ്റൊരാളുടെ സഹായമില്ലാതെ സ്വന്തം കാര്യങ്ങളെങ്കിലും ചെയ്യാൻ കഴിയും വിധത്തിൽ ആരോഗ്യമുണ്ടാവുക എന്ന് പറയുന്നത് വല്ലാത്തൊരു അനുഗ്രഹമാണ്. ആ രൂപത്തിൽ അള്ളാഹു സക്കറാത്തിൻ്റെ സമയം വരെയും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അവരുടെ സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളും നാഥൻ ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ വ അജിർ വാലിദീനാ മിനൻ നാർ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി